അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇടയിൽ ഞാൻ 2-3 വ്ളോഗ് എടുത്ത് ഒന്നും പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇതെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ എടുക്കുന്നുള്ളത്. പോസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കുറേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തെമൂന്ന് എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം. ഈയിടെയല്ല, എനിക്ക് ജന്മനാ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഷോപ്പിംഗ്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് എനിക്കിങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുമോളം വെയിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഓർഡർ എന്ന് വെച്ചാൽ ഓൺ ലാൻഡ് ഓർഡർ, മീൻസ് ബൈ ലാൻഡ് ഓർഡർ ആയിരുന്നു ഞാൻ ചെയ്തത്. യൂഷ്വലി അവർ ഫ്ലൈറ്റിൽ അയക്കാൻ ചെയ്യുക. പക്ഷെ ഞാനിത് ഒരു 5-6 പൗണ്ട് കുറയല്ലോ വിചാരിച്ചിട്ട് ഷിപ്പിങ്ങിൽ -5 കണ്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20 അബൌവ് ഡേയ്സ് ഒക്കെ എടുത്തിട്ടാണ് എനിക്ക് സാധനം കയ്യിലിട്ടത്. അപ്പോൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത്, എനിക്കിപ്പോൾ ഈ വീട് ഒരിക്കലും എനിക്ക് ഓർഗനൈസിങ്, അങ്ങനത്തെ കുറച്ച് എസ്തെറ്റിക്, അങ്ങനത്തെ കുറച്ച് സംഭവം, വീട് നല്ല വൃത്തിയിൽ കാണാം, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ വീട്ടിലേക്ക് എന്ത് വാങ്ങി, ഇതിൻ്റെതും ഷീൻ്റെ ഓർഡർ ഒന്നിച്ചിട്ടായിരുന്നു പ്ലേസ് ചെയ്തത്, സെയിം നെക്സ്റ്റ് ഡേ അങ്ങനെ എന്തോ. പക്ഷേ ഷീൻ്റെ കുറച്ച് മുന്നേ കിട്ടി. അപ്പോൾ ഇത് ഷീന്ന് ഓർഡർ ചെയ്തൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇത് കാണിക്കാമെന്നില്ല, ഇതൊരു നൈറ്റി പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ഒപ്പം ഓർഡർ ചെയ്തിട്ട് ഇതിപ്പോൾ കിട്ടിയത് ഒരു 25 ഡേയ്സ്. അവർ പറഞ്ഞ ഡേറ്റ് വെച്ചാൽ 1 മന്ത് ആയിരുന്നു. പക്ഷെ അതിന് മുന്നേ കിട്ടി. ജൂലൈ 1 കിട്ടേണ്ട സംഭവം ഇന്നൊരു 26-25 എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും കിട്ടി. 5 ദിവസം മുന്നേ കിട്ടി, ഇത്രേ ഉള്ളൂ. ഞാൻ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ ഒക്കെ ഫ്ലോപ്പ് ആവലുണ്ട്. അപ്പോൾ ഇന്നത്തേത് എന്തൊക്കെ ഫ്ലോപ്പായില്ല എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്തൊരു കുറേ ദിവസമായിട്ട് നോക്കി വെക്കുന്നൊരു സംഭവം. ഇങ്ങനെ ഡൗട്ടായി എനിക്ക്, ഇത് വന്നാൽ ചിലപ്പോൾ ശരിയാവുമോ, നമുക്കറിയില്ലല്ലോ ഓൺലൈൻ ഓർഡറൊക്കെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ക്വാളിറ്റി എന്ന് അറിയില്ല. അപ്പോൾ ഞാനൊരു സാധനം കുറേ ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാർപ്പറ്റ്, കിച്ചണിലേക്കുള്ള കാർപ്പറ്റ്. അപ്പോൾ അതിൻ്റെ സാധനം വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്. ഇത് ശരിക്കും ഇത്രയല്ല, ഇതൊരു അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇത് കാണുമ്പോൾ കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റുള്ള സാധനമാണ്. എൻ്റെ കിച്ചൺ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ അതിലേക്ക് സൂട്ടാവുന്ന എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ ചെളി ആയാൽ അറിയാതിരിക്കുന്ന എന്തെങ്കിലും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ബേസൊക്കെ നല്ല തിക്കാണ്. കുറച്ച് നമ്മൾ ഒരു മുസല്ലൊക്കെ ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ ഒരു ടെക്സ്ചറാണ് ഇതിന്. പക്ഷെ ഇത് നമ്മൾ നോർമലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതല്ല, പക്ഷെ ഒരു ടെഡി ബെയറിനൊക്കെ ഒരു ഫറില്ലേ, ആ ഒരു ടെക്സ്ചറാണ്. പക്ഷെ നല്ല വലുപ്പമുണ്ട്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു തോന്നി. ഇതിനാണ് ഒരു 10 പൗണ്ടോ അങ്ങനെ എന്തോ ഉണ്ടായത്. എനിക്ക് റേറ്റ് എത്രയാണെന്ന് അറിയില്ല. ഞാനത് നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു സാധനം വെച്ചാൽ, ഇപ്പോൾ ഈ ഡേറ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സൺഗ്ലാസ് ഉണ്ട്. സെലീൻ ബ്രാൻഡിൻ്റെ ഒരു സൺഗ്ലാസ്. അപ്പോൾ നമുക്കത് തൽക്കാലം വാങ്ങണ്ടല്ലോ, അത്രയ്ക്കും പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട സംഭവം ഒന്നുമല്ല സൺഗ്ലാസിന്. എനിക്ക് അല്ലെങ്കിലും ബ്രാൻഡ് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് 10 പൗണ്ടിന് 10 സാധനം കിട്ടുക ഭയങ്കര സന്തോഷം. തെമുന്നൊക്കെ ഷോപ്പ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ്. എനിക്കിങ്ങനെ ബ്രാൻഡ് വലിയ ക്രേസുള്ള ആളോ അല്ലെങ്കിൽ ബ്രാൻഡിനെ സ്പെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഇങ്ങനെ ആ ബ്രാൻഡിൻ്റെ പേരും എഴുതി വെച്ചിട്ട് നടക്കുന്നത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നലില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഗ്ലാസ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈയിടെയായിട്ട് ട്രെൻഡിങ് ഉള്ള ഗ്ലാസ്സാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രാഡ ആയിരുന്നു. പ്രാഡേൻ്റെ ഒരു നല്ല തിക്ക് ഫ്രെയിമൊക്കെ ഉള്ളൊരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതും ഇപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് കൂട്ടിയിട്ട് എല്ലാവരും നടക്കലുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെ അടുത്ത് കണ്ടിട്ട് ഞാൻ കുറേ കാലമായി തപ്പുന്നു. അപ്പോൾ എനിക്കിതിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങി. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പർദ്ദക്കൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. ബ്ലാക്ക് കളറിലേക്ക് ഗോൾഡൻ ഫ്രെയിമൊക്കെ വരുന്നുണ്ട്. ഞാൻ പിന്നെയും മേക്കപ്പിൻ്റെതാണ് അത്യാവശ്യം ബ്രാൻഡ് നോക്കി വാങ്ങൽ. മേക്കപ്പ് ആകുമ്പോൾ നമ്മൾ മുഖത്തേക്കും ഒക്കെ യൂസ് ചെയ്യുന്ന സ്കിന്നിലേക്ക് ആയതുകൊണ്ട് ഞാൻ ബ്രാൻഡ് അത്യാവശ്യം കോൺഷ്യസ് ആയിട്ടാണ് മേക്കപ്പ് സാധനം വാങ്ങൽ. പക്ഷേ ബാക്കിയൊന്നും, ഇപ്പോൾ ഹാൻഡ് ബാഗ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും, ഷൂസ് ഞാൻ ആകെ വർക്കിന് യൂസ് ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് വേണമെന്ന് വെച്ചിട്ട് അത് മാത്രമേ ഒന്ന് ബ്രാൻഡ് വാങ്ങിയിട്ടുള്ളൂ. ബാക്കി ഞാൻ ഒന്നും അങ്ങനെ ബ്രാൻഡ് എനിക്ക് വലിയ കോൺഷ്യസ് ഉള്ള ആളും അല്ല. എനിക്ക് അതിന് വേണ്ടി അത്രയ്ക്കും സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ബാഗ് 100 പൗണ്ട് കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നല്ലത് 10 ബാഗ് 100 പൗണ്ട് എടുത്ത് വാങ്ങുന്നതന്നെയാണ്. മനസ്സിലാവും. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടുകയും ചെയ്യാം, കുറേ സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അതുകൊണ്ട് തന്നെ ഷീനും തെമുക്കെ എൻ്റെ തറവാടാണ്. ഗേസിനെ കയറി നിരങ്ങും. നമ്മളൊക്കെ ഗേൾസ് അധികവും ഡ്രസ്സ് അങ്ങനെ കുറേ പ്രാവശ്യം യൂസ് ചെയ്യൂല. ഇപ്പോൾ ഒരു 500 പൗണ്ടിൻ്റെ ഒരു സാധനം, ഇവിടുത്തെ വലിയ ബ്രാൻഡിൻ്റെ ഒരു ഡ്രസ്സിന് അത്രയ്ക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 500 പൗണ്ടിൻ്റെ സാധനം അറ്റ്ലീസ്റ്റ് ഒരു 50 തവണയെങ്കിലും ഇട്ടില്ലെങ്കിൽ അത് മുതലാവില്ല. 50 തവണക്ക് ഒരാൾ ഡ്രസ്സ് ഇടുമോ എന്നുള്ളത് ക്വസ്റ്റ്യനാണ്. എനിക്കിങ്ങനെ മാറ്റി ഒരു ഡ്രസ്സ് തന്നെ ഇട്ടാൽ ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ അത് മാറ്റും. ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ വർക്കിനുള്ള ഷൂസ് അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്, അത് റഫ് യൂസാണ്. എനിക്ക് അത് നല്ല ഷൂസ് കിട്ടിയില്ലെങ്കിൽ കാലുവേദന എടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മാത്രം നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങും. എത്ര തൊട്ട് റിപ്പീറ്റഡ് യൂസ് ചെയ്തോ അത്ര ആ ബ്രാൻഡിൻ്റെ
യൂട്ടിലൈസ് ചെയ്തു ആ സാധനം. ആ സ്പെൻഡ് ചെയ്ത മണിക്ക് വേർത്തോ. അല്ലാണ്ട് ഇത് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സാധനം വാങ്ങിയിട്ട് അതും അലമാരയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം. അപ്പം ഈ റോള് ഇത് സ്റ്റിക്കർ ബൈൻഡ് ആണോ ഗ്ലൂ ആണോ എന്ന് എനിക്കറിയില്ല, വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഇത് സെയിം കളറാണ് എൻ്റെ ഫർണിച്ചറൊക്കെ കിച്ചണിൻ്റെ. അപ്പോൾ ഇതവിടെ പേസ്റ്റ് ചെയ്യണം. ഇതിൽ ബാക്കിലേക്കാളും കുറച്ചും കൂടെ ഉണ്ടാകുവാണെങ്കിൽ ഇപ്പുറത്തെ സൈഡൊക്കെ പേസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ അസ്കർ അതിനൊന്നും സമയക്കും നിങ്ങൾക്ക് തോന്നിയില്ല, ഒരു ആണി പോലും അടിക്കാൻ സമയമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് തൽക്കാലം ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ എങ്ങനെ ഒട്ടിക്കണം. കാരണം ഇതില്ലെങ്കിൽ ഇത് തുടച്ച് ഞാൻ തേഞ്ഞു പോകും കേസ്. എന്നെ കൊണ്ട് പോയി അത് ക്ലീൻ ചെയ്യണമെങ്കിൽ മിറർ അങ്ങനെ ഈസി ആയിട്ട് തുടച്ചാൽ പോവില്ല, അത് അങ്ങനെ അതിനിട്ട് മിനിക്കണം. സോ നമുക്ക് ഓനെ സോപ്പിട്ട് അത് ചെയ്യാം. ഓനാണെങ്കിൽ ഞാൻ ചെയ്തോളാന്ന് മറ്റേ പറഞ്ഞ് ചെയ്താലൊരു വൃത്തി ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമുക്കിതെങ്ങനെയെങ്കിലും ഒട്ടിക്കണം. അപ്പോൾ ഇത് അടുത്തത്, ഇത് ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയ സംഭവമാണ്. ഇത് സംഭവം ട്രാവൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് സെറ്റാണ്. ഇതിലൊരു ഫൗണ്ടേഷൻ ബ്രഷ്, ഒരു പൗഡർ ബ്രഷ്, ഐ ഷാഡോ ബ്രഷ്, ഇങ്ങനെ കുറേ 6 ബ്രഷാണ്. അപ്പോൾ ഇത് നോസ് ട്രിമ്മറാണ്. അപ്പോൾ ഇത് അസ്കറിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഇത്രയും സാധനത്തിൽ ഓനക്ക് വേണമെന്ന് പറഞ്ഞ ഒറ്റൊരു സാധനമുള്ളൂ, നോസ് ട്രിമ്മർ. ഇത് ഓൻ അന്നേ ഉണ്ട് പറയുന്നത് ഇത് വാങ്ങണമെന്ന്. അവന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. ഇത് വർക്കാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാറ്ററി വേണം. യെസ്, ഇതിലേക്ക് ബാറ്ററി ഇട്ടിട്ട് വർക്കാവും. അപ്പം ഇതിനൊപ്പം ഒരു ബ്രഷും ഉണ്ട് ക്ലീൻ ചെയ്യുന്നത്, അതങ്ങനെ വെക്കാം. ഓനാണെങ്കിൽ ഈ കവർ അടക്കം ഇനി ഒരു കൊല്ലത്തേക്ക് മാറ്റി വെക്കും. കാരണം അവൻ ആ കവർ പോലും കളയില്ല. അങ്ങനെ ആ കവറിന് ഇങ്ങനെ എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു, എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ആ കവർ ഇങ്ങനെ മൂടിപ്പൊത്തി അങ്ങനെ വെക്കും. അതേപോലെയാണ് അസ്കർ, ഒരു സാധനം കളയില്ല, അങ്ങനെ മൂടിപ്പൊത്തി അങ്ങനെ വെക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ചപ്പലാണ്. ഇത് ഞാൻ വീട്ടിലോ പുറത്തോ ഇങ്ങനെ സാധാരണ പോകുമ്പോൾ ഇങ്ങനെ ഇടാൻ വേണ്ടി വാങ്ങിയൊരു ചപ്പലാണ്. അപ്പോൾ ഇത് ഞാൻ മിക്കവാറും പുറത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഗ്രോസറി ഷോപ്പിങ്ങിൽ ഷൂവും സോക്സൊക്കെ ഇടാൻ മടിയാവുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്യാവശ്യം നല്ലതാണ്, വലിയ സൈസാണോ എന്നുണ്ട്. ഇത് എൻ്റെ ലിവിങ് റൂമിലേക്ക് ഒരു ചെറിയൊരു ടീപ്പോയ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഇരിക്കാൻ വാങ്ങിയ ഒരു ടേബിൾ ഷീറ്റാണ് ഉള്ളതാണ്. അപ്പോൾ അത് എൻ്റെത് റൗണ്ട് ഷേപ്പിലുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടാൽ എങ്ങനെയാണെന്ന് അറിയില്ല, മേ ബി ഇത് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് ഇടുമ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് പോലെയൊക്കെ ആയിരുന്നു ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെയാണ്, മതി. പിന്നെ ഇതാണ് ഞാൻ ഭയങ്കര സംഭവത്തിൽ ഞാൻ വാങ്ങിയൊരു സംഭവം, ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സംഭവം ഫേസ് മസാജറാണ്. ഇപ്പോൾ മോയ്സ്ചറൈസറോ സീറമോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു ഗുവാഷാൻ്റെ വേറൊരു ടൈപ്പ്. പിന്നെ ഇത് ഒരു വുഡൻ ഇങ്ങനത്തെ ട്രേ പോലത്തെ ഒരു സംഭവം, ചെറിയ സംഭവമാണ്. ഇത് ഞാൻ കുറച്ചും കൂടി വലിപ്പം എക്സ്പെക്ട് ചെയ്തോ എനിക്കൊരു ഡൗട്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് ഞാൻ ശരിക്കും എൻ്റെ ഡൈനിങ് ടേബിളിലേക്കാണ് ഓർഡർ ചെയ്തത്, പക്ഷെ ഞാൻ ഇത് മിക്കവാറും ബാത്റൂമിലായിരിക്കും വെക്കുക. കുറച്ച് ചെറുതായി പോയി ഗൈസ്. പിന്നെ പൗഡർ പഫ്, സാധാരണ ട്രയാങ്കിൾ പൗഡർ പഫ്. പിന്നെ ഇത് കുറച്ച് ആക്സസറീസിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിംഗ് ആണ് ഗൈസ്, സംഭവം കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്, ഒരു വെറൈറ്റി സംഭവം ആയതുകൊണ്ട്. അപ്പം അത് പക്ഷേ ആക്സസറീസ് ഞാൻ വെറുതെ വാങ്ങലുള്ളൂ, ഇതൊന്നും യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ നല്ലൊരു ഇയറിങ്സ്, ഇതൊരു സ്റ്റഡാണ്. പിന്നെ ഒരു ഇയറിങ്ങും കൂടെ ഉണ്ട്, പക്ഷെ അത് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ ചേർത്ത്. ഇത് ഇവിടെ സൈസ് ഒരു മാറ്ററാണ് ഗൈസ്. ചിലപ്പോൾ കാണുമ്പോൾ അത്രയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. വല്ലാതെ ചെറിയൊരു ഇയറിങ്സ് ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്ത്. ഇത് ഭയങ്കര ചെറുതായിപ്പോയി, കാണുന്നില്ല ഈ സാധനം. ഞാൻ കുറച്ചുകൂടി വലിപ്പമുണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്, പക്ഷേ ഇത് ഞാൻ കുറച്ച് ഫ്ലോപ്പ് ആയി. ഇടയ്ക്ക് ഇതിൽ ഓർഡർ ചെയ്താൽ ഏതെങ്കിലും ഒരു സാധനമെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് ഫ്ലോപ്പ് ആവലുണ്ട്. പക്ഷെ അപ്പോൾ അവർ റീഫണ്ട് ചെയ്ത് തരലുണ്ട്. ഇതിപ്പോൾ ഇനി എന്താണെന്നറിയില്ല, ഇത്രയും ചെറിയ സാധനം ഇപ്പോൾ എങ്ങനെ തിരിച്ചയക്കൽ നോക്കട്ടെ. പിന്നെ ഒരു സാധനം, ഇത് കിച്ചണിൽ എൻ്റെ പൈപ്പിലേക്ക് സിങ്കിൽ വെക്കാനുള്ളൊരു സാധനമാണ്. സിങ്കിലേക്കുള്ള പൈപ്പില്ലേ, അതിൽ ഫിറ്റ് ചെയ്യാനുള്ളൊരു സംഭവം. കാരണം ഇങ്ങനെ തെറിച്ച് പോവാതിരിക്കാൻ വെള്ളം, അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം. പിന്നെ ഇതും ഒരു ട്രാവൽ ഫ്രണ്ട്ലി സംഭവമാണ്. ഇത് നമുക്ക് ഇങ്ങനെ കോമ്പാക്റ്റ് മിറർ പോലെ യൂസ് ചെയ്യാം. പിന്നെ ഈ സംഭവം കണ്ട, ഇത് കോമ്പാണ്. അപ്പം നമുക്കിങ്ങനെ പോകുമ്പോൾ ഇടയിൽ ഇങ്ങനെ മുടിയൊക്കെ വാരാലോ, അതിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഉണ്ടോയെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ, എപ്പോൾ പോകാനാണോ എന്തോ, എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇതിൽ വലിയ ഫ്ലോപ്പ് എന്ന് പറയാനൊന്നുമില്ല. മേ ബി ഞാൻ ആ ഒരു ഇയറിംഗ് ഇല്ലേ അത് റിട്ടേൺ ചെയ്യുമായിരിക്കും.
അത് നോക്കട്ടെ. പിന്നെ ഇത് ഇത്രയും ചെറുതിന് എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. എന്നാലും കുഴപ്പമില്ല, ഇത് വേണമെങ്കിൽ ബാത്റൂമിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു വൃത്തിക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിലും ഒരു പ്ലാന്റും എൻ്റെ ബാത്റൂമിലുണ്ട്, അപ്പോൾ അത് ഒരു വൃത്തിക്ക് അങ്ങനെ നിന്നോളും. പിന്നെന്താ, പിന്നെ കാർപ്പറ്റ്, അതാണ് എനിക്ക് ആകെ ആശ്വാസം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വാളിറ്റിയിൽ വന്നതുകൊണ്ട് അത് എനിക്ക് കുഴപ്പമില്ല. കാരണം അതായത് ഇതിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് സാധനം എന്നാലും പുറത്തത്തെ മീൻസ് ഇവിടെ വാങ്ങുന്ന റേറ്റ് നോക്കുമ്പോൾ നല്ല ചീപ്പുള്ള സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല സോഫ്റ്റുള്ള സാധനമാണ്. പക്ഷേ ഇന്നത്തെ വ്ളോഗ് ഇത് കഴിഞ്ഞ് ഈ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ഞാൻ ഇടയിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോ ഞാൻ അപ്ലോഡ് ആയി എന്ന് വിചാരിച്ചിട്ട് ഫോണിൽ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം കൂടി പോയി ഗൈസ്. അങ്ങനെ എൻ്റെ ആ മൂഡ് പോയി. അതുകൊണ്ട് എൻ്റെ 2-3 വീഡിയോ അങ്ങനെ പോയി. പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് നോമ്പിൻ്റെ വീഡിയോ, റമദാൻ്റെ വീഡിയോ അന്ന് എടുത്ത് വെച്ചത് എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചതുകൊണ്ട് നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ആ വീഡിയോയും പോയി. അങ്ങനെ ഇടയിൽ കുറച്ച് മടി കാരണം കുറേ വീഡിയോസൊക്കെ പോയത് കൊണ്ട് ലാസ്റ്റ് ഇതാണ് എൻ്റെ വീഡിയോ. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇട്ടത് കപ്പഡോക്കിയിലൊക്കെ പോയ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഞാൻ എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണെന്ന് അറിയില്ല, പക്ഷെ എപ്പോഴാണെങ്കിലും ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വന്നിരിക്കും. ബൈ.